Good morning. Good afternoon, all. Good afternoon, ma'am. Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? ഇന്ന് ജിഷ മിസ്സിന്റെ ക്ലാസ് അല്ലേ? സോറി. ഓക്കെ, ജിഷ ഞങ്ങൾ നോക്കിയിട്ടില്ല. ടെക്സ്റ്റും എല്ലാം ജിഷ മിസ്സിന്റെ അടുത്ത് വെച്ചിരിക്കുന്നത്. ആ പാഠം മുഴുവൻ തീർന്നായിരുന്നു മിസ്സേ പഠിപ്പിച്ചോണ്ടിരുന്നത്? ആണ്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആക്കിയായിരുന്നു. ഞാൻ വല്ല ആക്ടിവിറ്റി വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? മിസ് ഇന്ന് വരുമെന്ന് അറിയത്തില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ചെയ്തില്ല. ഇനി ബുധനാഴ്ച വാങ്ങിക്കാൻ മതി. പ്രസ് ബട്ടൺ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അതല്ലടാ, ഞാൻ അസുഖങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്താണ് അത് ഞങ്ങൾ ക്ലിയർ ആവുന്നില്ലാടാ. മിസ്സേ 3 ഡിസീസിനെ പറ്റി എഴുതാൻ പറഞ്ഞിരുന്നു. BCG, തൈറോയിഡ് ആണോ ടൈഫോയിഡ്? തൈറോയിഡ് അല്ല. ഹെപ്പറ്റൈറ്റിസ് C. ഓക്കെ, അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഷംസിന് ക്ലാസ്സിന് പകരമായിട്ട് ഞാൻ എടുക്കണം കേട്ടോ. മിസ്സിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ അറിഞ്ഞത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഞാൻ 2 ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് പ്രസന്റ് ചെയ്തോളാണോ? ഓക്കെ. വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? എന്റെ കംപ്ലീറ്റ് ആയിട്ടില്ല ടോമേസേ. ഏതെങ്കിലും ഒരെണ്ണം ചെയ്തിട്ടുണ്ടോ? ഞാൻ BCGയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബട്ടൺ ഫ്രെയിം ഒന്നും മറ്റേ ആക്ടിവിറ്റിയും ചെയ്തിട്ടില്ല കേട്ടോ. അല്ല, ബട്ടൺ ഫ്രെയിം ചെയ്തിരുന്നു, പ്രസ് ബട്ടന്റെ ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മളത് കംപ്ലീറ്റ് ആക്കാട്ടോ. പക്ഷേ ഞാൻ ബട്ടൺ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞായിരുന്നു. പക്ഷെ അത് നാട്ടിൽ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോന്നു. എവിടെയാ? ഇപ്പൊ ദുബായിലാ. ഇനിയിപ്പോ ഒന്നേ തൊട്ട് പിന്നെ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കിയില്ല എന്നൊക്കെ കുഴപ്പമുണ്ടോ? ഞാൻ മാഡത്തിനെ വീഡിയോയില് കാണിച്ചു തന്നായിരുന്നു. എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? മറ്റേ സ്ലേറ്റിന്റെ ബോർഡ് വെച്ച്. അപ്പൊ ഇനിയിപ്പോ അത് ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ലില്ല, കുഴപ്പമില്ല. നിഷയും എനിക്ക് അന്ന് എടുത്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയിലുണ്ട്. നിഷ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു. ഞാനത് കഴിഞ്ഞ തവണ വായിച്ചിരുന്നു. ആണല്ലേ? പ്രസ് ബട്ടൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇന്ന് പ്രയർ ഉണ്ട്. കാണിക്കട്ടെ. ഇല്ല, കുഴപ്പമില്ല. നമുക്ക് പ്രയർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങാം. പ്രയർ ആരാണ്? പ്രയർ ഞാനാണ് സർ. പറഞ്ഞോടാ. കാരുണ്യം സ്വരൂപമേ, കാലിന കൈവണങ്ങുന്നു ഞങ്ങൾ. കാലിന കൈവണങ്ങ വായുവും വെള്ളവും മണ്ണും ആകാശവും തീയും ഹനിന്റെ അനുഗ്രഹം. മണ്ണും ആകാശവും തീയും ഹനിന്റെ അനുഗ്രഹങ്ങൾ. പ്രാണയും ദേഹവും വിളങ്ങട്ടെ തിരുനാമവും കാരുണ്യം കോലുന്ന സ്നേഹസ്വരൂപമേ, കാലിന കൈവണങ്ങുന്നു ഞാൻ.
തോട്ട് പറയട്ടെ മിസ്സേ. ഒരു മിനിറ്റ്. പ്രേയർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേട്ടോ? ഇല്ല മിസ്സേ, ഇല്ല. ക്ലാരിറ്റി കേട്ടില്ല. ഉണ്ടായിരുന്നു. മാത്രമാണ് കേട്ടത്. റേഞ്ച് തോന്നുന്നുണ്ട്. റേഞ്ചിന്റെ ആയിരിക്കും. എനിക്ക് മാത്രമാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചേണ്ട. ഓക്കെ, തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞോട്ടാ. ഇനി ആ പ്രശ്നം വരാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ ഒന്ന് പറയണേ. It has always been easy to hate and destroy. To build and to cherish is much more difficult. വെറുക്കാനും നശിപ്പിക്കാനും എപ്പോഴും എളുപ്പമാകുന്നു. എന്നാൽ പണിതെടുക്കാനും വിലമതിക്കാനാവാത്ത കൈവരിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ക്യൂൻ എലിസബത്ത്. സൈൻ ഇൻ പറഞ്ഞോട്ടാ. Who took the cookies from the cookie jar? Panda took the cookies from the cookie jar. Who, me? Yes, you. Not me. Then who? Monkey. Who took the cookie from the cookie jar? Monkey took the cookie from the cookie jar. Where is monkey? Hello, monkey. Yeah. Okay, that dog. Dog took the. Safia, continue with the dog. Who Dog took the cookie from the cookie jar? Dog took the cookie from the cookie jar. who, me? Yes, you. Not me. Then who? Tortoise. Who took the cookie from the cookie jar? Tortoise took the cookie from the cookie jar. Me? Yes, you. Not me. Then who? Mouse. Who took the cookie from the cookie jar? Mouse took the cookie from the cookie jar. Who, me? Yes, you. Not me. Then who? Elephant. Who took the cookies to the cookie jar? Elephant took the cookies to the cookie jar. Who, me? Yes, you. Not me. Then you. Cat. Who took the cookie from the cookie jar? Cat took the cookie from the cookie jar. Who, me? Yes, you. Not me. Then who? Penguin. Who took the cookie from the cookie jar? Penguin took the cookie from the cookie jar. Who, me? Yes, you. Not me. Then who? Lion. Who took the cookie from the cookie jar? Lion took the cookie from the cookie jar. Who, me? Yes, you. Not me. Then who? Rabbit. Who took the cookie from the cookie jar? Rabbit took the cookie from the cookie jar. Who, me? Yes, you. Not me. Then who? Zebra. Who took the cookie from the cookie jar? Zebra took the cookies from the cookies jar. Who, me? Yes, you. Not me. Then who? Deer. Who took the cookies from the cookie jar? Deer took the cookies from the cookie jar. Who, me? Yes, you. Okay. I took the cookie. I took the cookie from the cookie jar. The yummy cookie from the cookie jar. Are you hungry? Yes. Yes.
Let's share. Okay. Who wants some I know cookies? me. Cookie, please. Here you go. Thank you. I want some cookies. I want some cookies. Okay, thank you. Thank you. Thank you. താങ്ക് യു Okay, ടീച്ചർ. നല്ല നമ്മുടെ രസമുണ്ടായിരുന്നു. ടൈമിംഗ് അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി. അടിപൊളിയായിരുന്നു. നല്ല എന്റെ രസമുണ്ട്. മൈക്ക് പെട്ടെന്ന് ശരിക്കും ഞാൻ വർക്ക് ആയിട്ടോ ഞാൻ മൈക്ക് ഓൺ ആയിട്ടുണ്ട് പക്ഷെ എന്റെ മൈക്ക് വർക്ക് ആയില്ലായിരുന്നു. ഞാനിവിടെ മാസ്ക് വെച്ചോണ്ടിരിക്കുകയാണ്. മങ്കി Okay. മങ്കി എന്ന് വിളിച്ച് വിളിച്ച് എനിക്ക് മതിയായി. എടാ അത് മൈക്ക് വർക്ക് ആവുന്നില്ല. നെറ്റ് ഇതായത് കൊണ്ട് വീഡിയോയും ഓഡിയോയും ഓപ്പൺ ആവുന്നില്ല. അങ്ങനെ തന്നെ കറങ്ങി നിൽക്കുകയായിരുന്നു. അതാണ് ഒന്നും കേൾക്കാഞ്ഞത്. ഓക്കെ, എന്നിട്ട് മാസ്ക് ഒന്ന് ഇടേ നോക്കട്ടെ. ഞാൻ ഇത്രയും നേരം വീഡിയോ ഓൺ ആയിട്ട് ഇരുന്നതാണ്. ദാ. ഓക്കെ ഓക്കെ. നിങ്ങൾ നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. ശരിക്കും എനിക്ക് മിസ്സാവേണ്ടതായിരുന്നു തോന്നുന്നുണ്ട്. ടീച്ചർ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതായിരിക്കുമല്ലോ അല്ലേ? നല്ല അതെ രസമുണ്ട്. ടീച്ചറെ, ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ 2 ദിവസം പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടാണ്. നെക്സ്റ്റ് എല്ലാവരും ക്ലാസ് ഒരേ സമയത്ത് ചിലപ്പോ കറക്റ്റ് ആയിട്ട് പറയോ ഇല്ലേ എന്നുള്ളത് അറിയില്ലല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു ക്ലാസ്സിലും കൂടെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആവും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ശരിക്കും Thank you, ma'am. എന്റെ ഐഡിയ ദിവ്യയുടെതാണ്. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു. ഒരു ടീം വർക്ക് തോന്നി. നല്ല രസമുണ്ടായിരുന്നു നിങ്ങളെ പ്രസന്റ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാൻ വിചാരിച്ച എന്താണ് മാസ്ക്, ഒരാളാണ് കണ്ടത്. ഒരാളായിരിക്കും പ്രസന്റ് ചെയ്യണേ. അപ്പൊ അയാളെ ഞാൻ പിൻ ചെയ്തു. നെക്സ്റ്റ് അവിടെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മാസ്ക് വെച്ചിട്ട് ആൾക്കാരൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതേപോലെയാണ് നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കണമെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. ഞാനൊന്ന് സജസ്റ്റ് ചെയ്തപ്പോഴേക്കും ഒരു ഐഡിയ പറഞ്ഞപ്പോഴേക്കും എല്ലാവരും കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. ഇനി മാസ്ക് ഉണ്ടാക്കിയവരൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് എല്ലാരെയും ഇൻവോൾവ് ചെയ്യിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ 12 പേരാണ് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആൾക്കാർ ചെയ്യട്ടെ. ഇപ്പൊ നിങ്ങൾ 12 പേര് ചെയ്തില്ലേ? അടുത്ത മാസ്ക് ഉണ്ടാക്കി അവര് 12 പേര്. സന്തോഷമുള്ളൂ. എല്ലാരും ഇങ്ങനെ വരുന്നത് സന്തോഷമുള്ളൂ നമുക്ക്. നമ്മള് വേണ്ട സപ്പോർട്ട് ഒക്കെ ചെയ്തു. ഓക്കെ, ഇത് ആരൊക്കെയാ സൈൻ ഇൻ ചെയ്തതെന്ന് ഒന്ന് പറയാവോ? ഡിയർ ആയിരുന്നു. പാണ്ട സഫിയ. പാണ്ട സഫിയാണ്. എല്ലാരും പരിചയപ്പെടുത്തിക്കോ. പാണ്ട ആരാണെന്ന് അറിയില്ലേ? ഞാനാണേ. മുഖം കൂടി മാറ്റ്. ഹഫീസ. ഓക്കെ സീബ്ര. ഞാൻ നാദിയ ടോട്ടോയ്സ്. ഓക്കെ ഡോഗ് ലീന. ഓക്കെ ലീന. ആതിര. പെൻഗിൻ നിശബ്ദ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. അതൊക്കെ എല്ലാവരും നല്ല ആയിട്ട് പ്രസന്റ് ചെയ്തു. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്ത് അവരുടെ എഫേർട്ടിന്. നന്നായിരുന്നു. ബട്ടണിങ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് നാദിയ. പിന്നെ ബട്ടണും ചെയ്തിട്ടുണ്ട്. അത് ഫ്രെയിം അല്ലേ ഏട്ടാ മോനെ? ഞാൻ ചെയ്തെടുത്തതാണ് ഫ്രെയിം. ഓക്കെ, ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. ഞാനും ചെയ്തിട്ടുണ്ട് മിസ്. ഓക്കെ എടാ മോനെ, പിൻ ചെയ്യാട്ടാ. ഓക്കേടാ. ബട്ടനാണോ? പിന്നെ പ്ലെയിൻ ഫാബ്രിക് തന്നെ വേണമെന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലാടാ. പ്രസ് ബട്ടൺ അല്ലേ അത്? അതെ, പ്രസ് ബട്ടൺ. ഓക്കെ, നല്ലതാ. പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്തിൽ ചെയ്യണോന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, കുഴപ്പമില്ല. ഏത് ക്ലോത്ത് ആയാലും കുഴപ്പമില്ല കേട്ടോ. ബട്ടന്റെ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് പിൻ ചെയ്യാടാ.
ഓക്കെ, ഓപ്പൺ ചെയ്യാനായിട്ട് എന്തിലാ ചെയ്തെന്നും കൂടി ഒന്ന് പറയണേ. എന്തിലാ ചെയ്ത്? കാർഡ്ബോർഡ് ആണ്, കാർഡ്ബോർഡ്. കാർഡ്ബോർഡ് ആണോ? കട്ടിയുള്ളതാ? ആ, കട്ടിയുള്ളതാ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ബാക്ക് വശം ഒന്ന് കാണിച്ചു തരുമോ? ഓക്കെ, പക്ഷെ തോന്നുന്നില്ല കാർഡ്ബോർഡാന്ന് തോന്നുന്നില്ല. ഒരു ബുക്കിനെ ആ, അതിന്റെ ഉൾഭാഗത്തൊക്കെ ക്ലോത്ത് ഉള്ളതുകൊണ്ട് കാർഡ്ബോർഡ് ആണെന്ന് തോന്നുന്നില്ല അല്ലേ? നീറ്റായി ചെയ്തിട്ടുണ്ട്. ഇത് ബട്ടണിങ് ഫ്രെയിം. ഓക്കേടാ. ഓക്കെ ഓക്കെ, നല്ലതാണ്ടാ. ഓക്കെ, ഇനി വേറെ കാർഡ്ബോർഡിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞേ ഫ്രെയിം നല്ലത് തെരഞ്ഞോണ്ടിരിക്കണം, കിട്ടിയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഈ വുഡിന്റെ തന്നെ ചെയ്യാനാണ്. വുഡിന്റെ ആകുമ്പോ കുറച്ച് സ്ട്രോങ് ഉണ്ടാവില്ല പറഞ്ഞിട്ട്. നോക്ക്, നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ചാപ്റ്റർ കിട്ടിയ ഞാനൊന്ന് റിജോനോട് പറയട്ടെ ചാപ്റ്ററിന്റെ കാര്യം. ഓക്കെ, ചാപ്റ്റർ ഉണ്ട്. സോറി, ചാപ്റ്റർ ഇനി നമ്മൾ എടുക്കാനുള്ള ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ 6 അല്ലേ? അല്ലേ? ഞാനൊരു ഓർഡറിലല്ല ഈ ക്ലാസ് എടുത്തത്, അല്ലെങ്കിൽ ചാപ്റ്റർ 6 അല്ലേ എടുക്കാനുള്ളത്? മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ നിങ്ങള് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. നമ്മുടെ ഹെൽത്ത് ഓക്കെയാണ്. നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഹെൽത്തിനെ കുറിച്ച്, ഹെൽത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്. ഓക്കെ, നമ്മുടെ ഹെൽത്ത് മാത്രം ഓക്കെ ആയിരുന്നു കഴിഞ്ഞാൽ ഒരാൾ പെർഫെക്റ്റ് ആണ്, ഒരാൾ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മെന്റലി കൂടി ഓക്കെ ആയിരിക്കണം, മെന്റലി ഫിറ്റ് ആയിരിക്കണം. മെന്റലി ഫിറ്റ് ആയിരിക്കും. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കോട്ട് ഉണ്ട്, സൗണ്ട് മൈൻഡ് ഈസ് ഓൺലി ഇൻ സൗണ്ട് ബോഡി. അല്ലെങ്കിൽ സൗണ്ട് നല്ലൊരു സൗണ്ട് ആയിട്ടുള്ള ശരീരത്തിൽ മാത്രമേ ഒരു സൗണ്ട് ആയിട്ടുള്ള മൈൻഡ് ഉണ്ടാവുള്ളൂ. നമ്മളുടെ മൈൻഡ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. എല്ലാവരെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒന്ന് വിഷമിച്ചിരിക്കാൻ വിചാരിക്കും. ഇപ്പൊ ഫസ്റ്റ് രാവിലെ തന്നെ നമുക്കൊന്ന് വിഷമിച്ചിരിക്കാന്ന് വിചാരിക്കും. എന്തെങ്കിലും ഇൻസിഡന്റ് പോലും നമ്മളൊന്ന് വിഷമിച്ചായിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ഫുള്ളും ഭയങ്കര ബോറായിരിക്കും, ഇല്ലേ? തോന്നാറുണ്ടോ? ശരിയാണ്. പക്ഷേ നമ്മുടെ ടീച്ചേഴ്സ് അല്ലേ, നമ്മളുടെ മൈൻഡും അല്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും നമ്മൾ ആ ക്ലാസ്സിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയം വരെ നമുക്ക് ആ വിഷമം ഉണ്ടാവും. ശരിയാണ്, എനിക്കും വരാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളായിരിക്കും, പക്ഷെ അത് നമുക്കൊരു വിഷമം തോന്നും. പക്ഷെ ഈ ക്ലാസ്സിന്റെ അകത്തേക്ക് കയറുന്ന വരെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ക്യാമറ ഓൺ ചെയ്യുന്ന വരെ മാത്രമേ എന്റെ മനസ്സിൽ ആ ഒരു വിഷമം ഉണ്ടാവുള്ളൂ. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ക്ലാസ്സിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ട് ആയിരിക്കണം നമ്മൾ ക്ലാസ്സിലേക്ക് കയറാനായിട്ട്. നമ്മുടെ മൈൻഡ് ശാന്തമായിരിക്കണം, നമ്മുടെ മൈൻഡ് കൂളായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ നമ്മുടെ എന്താ പറയാ, മനസ്സെത്തുന്നോടത്തേക്ക് നമ്മുടെ ശരീരം എത്തണം. അല്ലെ, മനസ്സോട് നേടിയെടുക്കാൻ പറ്റണം. നിങ്ങളെല്ലാവരും അതെ, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്ത് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നു. കാരണം ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോ ചെയ്യാം, കുഴപ്പമില്ല, നല്ലതാണ് എന്ന് വിചാരിച്ചാലും ഓക്കെ, ഇപ്പൊ ആദ്യം സമ്മതത്തോടെയാണ് വന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ കോഴ്സ് ഞാനിപ്പോ ഈ ഒരു ആക്ടിവിറ്റി കണ്ടതോടുകൂടി നിങ്ങൾ ഒരിക്കലും സൈൻ ഔട്ട് സൈൻ ഔട്ട് ഒക്കെ ചെയ്യാൻ മടിയുള്ള കുട്ടികളൊന്നുമല്ല, നല്ല പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് തോന്നി. ജസ്റ്റ് ഇന്നത്തെ ഒരു എന്താ പറയാ സൈനിങ് കണ്ടു മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എല്ലാവരും പാഷനേറ്റ് ആണെന്ന് തോന്നിയിരിക്കും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ്. നാളത്തെ നല്ല ടീച്ചേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾ ആ ഒരു ആക്ടിവിറ്റിയിലൂടെ തന്നെ മനസ്സിലായി.
ഓക്കെ. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മെയിൻ ആയിട്ടുള്ള ഒരു വിൽ പവർ ആണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മുടെ കൺട്രോളിലായിരിക്കണം. മുമ്പ് ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് സങ്കടപ്പെടുന്ന മനസ്സായിരിക്കും. പക്ഷെ ഒരുപാട് എക്സ്പീരിയൻസിലൂടെയും ഒരുപാട് എന്താ പറയാ ഒരുപാട് ഇൻസിഡൻസിലൂടെ നമ്മുടെ മൈൻഡ് ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ മെന്റലി ഓക്കെ ആണോ എന്ന് നമ്മൾ നോക്കണം. എല്ലാവരും ഒബ്സർവ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഹാപ്പി ആണോ? നമുക്ക് എല്ലാവർക്കും നമ്മുടെ മൈൻഡ് ഓക്കെ ആണോ? നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടോ മൈൻഡ്? ഇത് നോക്കണം. ചില മെന്റലി നമ്മൾ ഓക്കെ ആണോ എന്ന് നോക്കണം. അപ്പൊ നമുക്ക് ചില ആൾക്കാരുണ്ടാവും നല്ല എന്താ പറയാ, ചില വ്യക്തികള് നല്ല പൈസ ഉണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും, നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടാവും, നല്ല ഭക്ഷണം ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷെ എന്നാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയ പോലെ തോന്നും. അപ്പൊ അതെന്തുകൊണ്ടാണ്? അവർ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ടാണ്. ടീച്ചർ നിങ്ങൾക്ക് നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തില്ലേ? ആദ്യം ടീച്ചർ നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററില് നമ്മള് മനുഷ്യർക്ക് എന്തെല്ലാം നീഡ്സ് ഉണ്ട്? കുറെ നീഡ്സ് ഉണ്ടല്ലോ. ആദ്യം ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട നീഡ്സ് കുറെ ഉണ്ട്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, പിന്നെ ശാരീരികമായിട്ടുള്ള നീഡ്സ്. ആദ്യം പറഞ്ഞ ബേസിക് നീഡ്സ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബേസിക് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറയും. ഫിസിയോളജിക്കൽ നീഡ്സ് നമുക്ക് വേണ്ടത് ഇപ്പൊ ഷെൽട്ടർ, ഫുഡ്, ക്ലോത്ത്, അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ നീഡ് ഫോർ സെക്യൂരിറ്റി, പിന്നെ നീഡ് ഫോർ ബിലോങ്നെസ്, നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. നമുക്ക് മനുഷ്യർക്ക് ഒരുപാട് എന്തുണ്ട്, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, നീഡ്സുകൾ ഉണ്ട്. അപ്പൊ ഇതില് ഏറ്റവും അവസാനം വരുന്ന നീഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല എന്നാണ് അവിടെ പറയുന്നത്. നമുക്ക് ആ ഒരു ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ എല്ലാവരും ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ജോബ് കിട്ടാൻ എന്താണ്? ടീച്ചറായി ജോലി കിട്ടാൻ വേണ്ടിട്ട്, ജോലി കിട്ടാൻ വേണ്ടിട്ട്, സ്വന്തം കാര്യം കിട്ടാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ സ്വയം ഏൺ ചെയ്യാൻ വേണ്ടിട്ട്, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ എന്ത് ചെയ്യാൻ വേണ്ടിട്ട്, ജീവിക്കാൻ വേണ്ടിട്ട്, അല്ലേ? അല്ലെങ്കിൽ ചിലവര് സെൽഫ് ആക്ച്വലൈസേഷൻ നേടിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. എന്ന് വെച്ചാല് ഈ ഒരു ജോബ് ചെയ്യുമ്പോൾ നിങ്ങൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരുന്നു, അത്രയും എന്താ പറയാ, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാനൊരു ഇത് പറയാട്ടോ, എൻ്റെ ഒരു എന്താ പറയാ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ PG ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് മാരേജ് ഒക്കെ കഴിഞ്ഞ സമയത്ത് റിലേറ്റീവ്സ് തന്നെയാണ് ഇങ്ങനെ പറയും, മോള് എന്റെ വീട്ടില് അത്യാവശ്യം കഷ്ടപ്പാടൊക്കെ ഉള്ള വീടായിരുന്നു. 2 പെൺപിള്ളേരാ. അപ്പൊ എന്റെ റിലേറ്റീവ്സ് തന്നെ പറയാറുണ്ട്, 2 പെൺപിള്ളേരല്ലേ, അവളെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യ, ഇനി ആരെങ്കിലും വീട്ടിൽ പോയിട്ട് വീട്ടിൽ ജോലി ചെയ്യേണ്ട അവളല്ലേ, അപ്പൊ ഇത്രയും പഠിപ്പിച്ചതൊക്കെ മതി, നീ എന്റെ അമ്മയോട് പറയും നീ കെട്ടിച്ചു കൊടുക്കാൻ നോക്ക് എന്ന് പറയുമായിരുന്നു. എന്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയുമല്ലോ, നോർമലായിട്ട് പെൺപിള്ളേരെ പഠിപ്പിച്ചിട്ടൊരു കാര്യമില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു എന്റെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്നത്. നിങ്ങളുടെയൊക്കെ കാലത്ത് അത് തന്നെ ആയിരിക്കണം. അപ്പോ ആ സമയത്ത് തന്നെ അമ്മ പറഞ്ഞു, അതിന് വേണ്ടിയിട്ടല്ല ഞാൻ അവളെ പഠിപ്പിക്കുന്നത്, അവൾക്ക് ഒറ്റയ്ക്ക് അവളുടെ ജീവിതം ഒരാളുടെയും എന്തില്ലാതെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് സ്വയം ജീവിക്കാൻ പറ്റണം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. നാളെ ഒരു എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാല് അവർക്ക് എന്തെങ്കിലും ജോലി നേടിയെടുക്കാനായിട്ട് ഈ ഒരു വിദ്യാഭ്യാസത്തെ കൊണ്ട് പറ്റണം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ അമ്മ എന്നെയും എന്റെ നേറ്റിനെയും ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്. അപ്പോ അമ്മ അവിടെ റിലേറ്റീവ്സിനോടൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു കാര്യത്തിൽ മാത്രം അമ്മ എന്ത് പറയുന്നു, ഓപ്പോസിഷൻ പറയുന്നു, മക്കൾ പഠിക്കട്ടെ, പഠിക്കുന്ന പ്രായമല്ലേ എന്ന് പറയുന്നു. അപ്പൊ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് PG ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ 1, 2, 3, 4 കൊല്ലത്തോളം വെറുതെ ഇരുന്നു വീട്ടില്. PG ഒക്കെ കഴിഞ്ഞു ജോലിക്കൊന്നും പോകാതെ വെറുതെ വീട്ടിലിരുന്നു കേട്ടോ. ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ എനിക്ക് ഫംഗ്ഷൻ പോകാൻ പേടിയായിരുന്നു. കാരണം ഇങ്ങനൊരു കുത്തുവാക്കാണ് നമ്മൾ കേൾക്കുന്നത്. കാരണം ഇത്രയും പഠിച്ചിട്ട് എന്ത് കാര്യമാണ്, വെറുതെ വീട്ടിലിരിക്കല്ലേ. നിങ്ങളെല്ലാവരും ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും.
പഠിച്ചിട്ട് എന്തിനാ ഇങ്ങനെ വെറുതെ വീട്ടിലേക്ക് ഒരു ജോലിക്ക് പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഹസ്ബൻഡ് വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ഇനി പിള്ളേർക്കൊക്കെ ടീച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ട്യൂഷനൊക്കെ എടുത്തു തുടങ്ങും. ആ സമയത്ത് എനിക്ക് മനസ്സിലായി എന്റെ ഒരു വേ എന്ന് പറയുന്നത്, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഈ ടീച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ അല്ലെങ്കിൽ അവരൊക്കെ മാർക്ക് വാങ്ങിക്കുമ്പോ ചില കുട്ടികളുടെ അമ്മമാരൊക്കെ വന്ന് നമ്മളെ അടുത്തേക്ക് പറയും, മോളെ പഠിച്ചിട്ടുണ്ട്, നല്ല മാർക്കാണ് മോനെ കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ചെറുപ്പം മുതലേ ടീച്ചിങ് ഇഷ്ടമാണ്. വീട്ടിലൊക്കെ വെച്ചിട്ട് കുഞ്ഞു പിള്ളേർക്കൊക്കെ എടുക്കുമായിരുന്നു ട്യൂഷൻ. പക്ഷെ ഞാൻ അതൊരു പാഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞു. ഒരു സ്റ്റേജിൽ ഞാൻ എന്റെ പാഷൻ ഇതാണ്. പക്ഷെ അപ്പൊ മനസ്സിലാക്കി ഞാൻ ആ ഒരു വേയിലേക്ക് പോയി. എന്റെ ടീച്ചിങ് ആണ് എന്റെ ഒരു എന്താ പറയാ ഒരു ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു പാഷൻ ആണെന്ന് വിചാരിച്ച് ആ ഒരു വേയിലേക്ക് ഞാൻ എടുത്ത തീരുമാനം വളരെ കറക്റ്റ് ആയിരുന്നു. കാരണം ഞാൻ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും അതൊക്കെ എൻജോയ് ചെയ്ത് അത്ര ഹാപ്പിനെസ്സോട് കൂടെ എടുക്കുന്നുണ്ട്. നിങ്ങൾ നാളെ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ട്രെയിനിങ്ങിന് പോകും. ട്രെയിനിങ്ങിന് പോയിട്ട് നിങ്ങൾ ട്രെയിനിങ്ങിന് പോകും. അപ്പൊ ആ കുറച്ച് നാളെങ്കിലും നമ്മൾ ആ ഒരു ക്ലാസ് നമ്മുടെ കയ്യിലേക്ക് തരാണ്. ഇത് നിങ്ങളുടെ ക്ലാസ് ആണ്. ക്ലാസ്സിൽ നിങ്ങളാണ് ഒരു ഹീറോ എന്ന് പറയുന്നത്, ഹീറോയിൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളായിരിക്കും ആ ഹീറോയിൻ. ആ ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല മക്കളെ. വേറെ എന്താ പറയാ, ഒറ്റ പൈസ കൊടുത്താലും നമുക്കത് കിട്ടില്ല. അത്രയും സാറ്റിസ്ഫാക്ഷനാ. അത് നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കും. നമ്മുടെ മെന്റലി എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും മൈൻഡ് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓക്കെ ആക്കാനായിട്ട് സാറ്റിസ്ഫാക്ഷൻ മതി. ഞാൻ എടുക്കുന്ന ക്ലാസ്സിനോട് എനിക്ക് അത്രയും എന്താ പറയാ അത്രയും ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എനിക്ക് വന്ന് ക്ലാസ് എടുക്കാനും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെയല്ല എല്ലാ ബാച്ചിലും എടുക്കാനും ഇഷ്ടമാണ്. അതേപോലെ ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവിടെയൊക്കെ എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കുട്ടികളുടെ മുഖത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക് എന്താണ് വിഷമം, അവരുടെ മൈൻഡ് ഓക്കെ ആണോ. ജസ്റ്റ് ചെറുതായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാല് പിള്ളേരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ വിഷമമുള്ള കുട്ടികളുണ്ടാവും. അപ്പം ചെറിയ കുട്ടികൾ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് വായിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ ഭയങ്കര ഓക്കെ. ആ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മുടെ ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും നമ്മളുടെയൊക്കെ ആരോഗ്യമാണ് എന്നുള്ളൊരു ഫീലിംഗ് തോന്നും. നമ്മുടെ മക്കളെ പോലെ തന്നെ നമുക്ക് തോന്നും. പിന്നെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിലൊക്കെ കിട്ടുന്നത്. ടീച്ചിങ്ങിന് ഒരു 2-3 കാര്യത്തിൽ നമുക്ക് ഓക്കെയാണ് ടീച്ചിങ് എന്ന് പറയുന്ന ജോബ്. സൊസൈറ്റിയിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടും. അപ്പം ജസ്റ്റ് ഇങ്ങനെ നമ്മളോട് വർത്താനം പറയുകയാണെങ്കിലും നിങ്ങളിപ്പോ എന്താ ചെയ്യണേ, ഞാനിപ്പോ മോണ്ടിസോറി ടീച്ചറാണ് എന്ന് പറയുമ്പോ നമുക്കൊരു എന്താ പറയുക, നിങ്ങൾക്കും അത് എക്സ്പീരിയൻസ് ചെയ്യും. കുറച്ച് നാൾ കഴിഞ്ഞ് കോഴ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യും. മോണ്ടിസോറി ടീച്ചറാവും, എവിടെ വർക്ക് ചെയ്യുന്നേ, സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോ അവരുടെ മുമ്പിൽ നമ്മളോടൊരു റെസ്പെക്ട് വരുന്നത്. ആ റെസ്പെക്ട് കാണുമ്പോഴേ നമ്മുടെ എന്താ പറയാ മെന്റൽ മൈൻഡ് ഓക്കെ ആവും, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മുടെ എന്താ പറയാ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ നമ്മുടെ മൈൻഡ് ആയിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള പവർ. അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് നോക്കുന്ന പോലെ തന്നെ അത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആണെന്നുള്ളത്. നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങൾ അത്ര ആസ്വദിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ നമ്മൾ എപ്പോഴും നമ്മൾ ഓക്കെ ആവാനായിട്ട്, നമ്മുടെ മെന്റലി നമ്മൾ ഓക്കെ ആവാനായിട്ട് ശ്രമിക്കണം. ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിലായാലും ശ്രദ്ധിക്കാം. നിങ്ങൾ മെന്റലി എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ പറയാ ക്ലാസ് കേൾക്കാതിരിക്കുക. അപ്പൊ ആ സമയത്ത് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പൊ നിങ്ങൾ ക്ലാസ് ഒക്കെ കേൾക്കുന്ന സമയം എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു കോൺസെൻട്രേഷൻ മെന്റലി ഓക്കെ ആണ് എന്നുള്ള രീതിയിലായിരിക്കണം ക്ലാസ് കേൾക്കാൻ. അതേപോലെ തന്നെ നമ്മൾ മെന്റലി ഓക്കെ അല്ല എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ചെയ്യിപ്പിക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഇപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ ബ്രീത്ത് ചെയ്യാം, നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ. അപ്പൊ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ ചെയ്യുന്ന എക്സസൈസാ ബ്രീത്ത് ചെയ്യും, നന്നായിട്ട് ബ്രീത്ത് ചെയ്യും, ദെൻ ബ്രീത്ത് ഔട്ട്. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യും. ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്ത് കാമാക്കിയിട്ട്
സംസാരിക്കും. അപ്പൊ ഒരു മുമ്പത്തെ ആ ഒരു ദേഷ്യത്തോട് വന്ന് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. നല്ലൊരു രീതിയിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെന്റൽ ഹെൽത്തിൽ പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ആരാണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞത്? അദീപ. ഓക്കെ, നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് പറ, ഞാൻ എല്ലാരും കേൾക്കട്ടെ. മിസ്, ഞാന് കുഞ്ഞിലേ തൊട്ട് എനിക്ക് ടീച്ചിങ് ആയിരുന്നു പാഷൻ. അത് ഞാൻ കുഞ്ഞിലേ തൊട്ട് ഞാൻ നമ്മൾ കുഞ്ഞായിരിക്കും വലിയ സാരിയൊക്കെ കൊടുത്ത് ടീച്ചറായിട്ടൊക്കെ കളിക്കൂലോ, അങ്ങനെയൊക്കെ കളിച്ച്. അപ്പൊ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സയൻസ് ഒക്കെ ആയിരുന്നു പഠിച്ചത്. അപ്പൊ സയൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ടീച്ചറാവാൻ TTCക്ക് പോകാനായിരുന്നു താല്പര്യം. അപ്പൊ TTCക്ക് പോവാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അപ്പൊ ചില ഇഷ്യൂസ് കാരണം അപ്പൊ അതിനകത്തേക്ക് പോയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ കോഡിങ് പഠിച്ചു. അപ്പൊ മെഡിക്കൽ കോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചതല്ല, എങ്കിലും ജോലി പെട്ടെന്ന് കിട്ടൂലോ എന്നൊക്കെ കരുതി പഠിച്ചതാ. അപ്പൊ അവിടെ എനിക്ക് ജോലിയൊന്നും അത്ര സെറ്റായിട്ട് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ നോക്കുമ്പോഴാണ് ഈ കോഴ്സിനെ പറ്റി കേൾക്കുന്നത്. അപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇന്റേൺഷിപ്പിന് പോയി. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു CBSE സ്കൂളിലാണ് പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോ എന്നോട് അവർക്ക് ആനുവൽ ഡേ ടൈം ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അധികം അങ്ങനെ ക്ലാസ് എടുത്തോന്ന് ചോദിച്ചാൽ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും മക്കളൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. വരാൻ നേരത്താണെങ്കിൽ ടീച്ചർ റേഞ്ച് കേൾക്കുന്നില്ല കേട്ടോ. എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ? അല്ല, ഇല്ല മിസ്, എനിക്കും കേൾക്കുന്നില്ല. ആണല്ലേ? അദീപ ആള് പോയാ? ബാക്കിയുള്ള ഒരു മ്യൂട്ട് ആവാട്ടോ. ആ കുട്ടി പോയാ? ലെഫ്റ്റ് ആയി തോന്നുന്നുണ്ടല്ലേ? ഇല്ല, ഉണ്ടല്ലോ ഗ്രൂപ്പില്. ഉണ്ടോ? എനിക്ക് കാണാൻ പറ്റാത്തയാണോ? ഗ്രൂപ്പിലുണ്ട്. ഉണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഇതേപോലത്തെ ഏതെങ്കിലും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ആക്ച്വലൈസേഷൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത ആ ഒരു ഇൻസിഡൻസ് ഷെയർ ചെയ്യണമെങ്കിൽ പറയാം. ചിലപ്പോൾ ട്രെയിനിങ്ങിന് പോയവർക്കായിരിക്കും കൂടുതലായിട്ട് പറയാനായിട്ട് പറ്റാം. സഫിയ പോയില്ലേ ട്രെയിനിങ്ങിന്? ഇല്ല, കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പോവാട്ടിരിക്കുക. ചെറിയ കുട്ടിയുണ്ട്, 1.5 വയസ്സ്. അപ്പൊ കുറച്ചുകൂടി വലുതാവുമല്ലോ കുട്ടി. ഓക്കെ, കോഴ്സ് കഴിയുമ്പോഴേക്കും 2 വയസ്സൊക്കെ ആവും. ആളെ കൊണ്ട് പോവാം. സ്ഥലത്ത് വേണമെങ്കിൽ 2.5 ഒരു പ്ലേ സ്കൂൾ KG സെഷൻ, ആ ഒരു സെഷനിലേക്ക് പോകും. അല്ല, അപ്പൊ ആ സമയം കുറച്ച് വലുതാവുമല്ലോ, അപ്പൊ ഉമ്മാന്റെ അടുത്ത് ആക്കിയിട്ട് പോവാന്ന് പറഞ്ഞ. ഇപ്പൊ ധൃതി പിടിച്ചിട്ട് പോണ്ടല്ലോ, അപ്പോഴത്തേനും നമുക്ക് ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. അത് മതി, പ്രാക്ടിക്കൽ സെഷനിലേക്ക് എത്തിയിട്ട് പോണതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അതേപോലെ പാർട്ട് 3 കംപ്ലീറ്റ് ആയിട്ട് പോണതാണ് ഏറ്റവും നല്ലത്. പാർട്ട് 3 എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പോണതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. കാരണം നിങ്ങളിപ്പോ ഇത്രയും ഞാനിപ്പോ എടുക്കുന്ന പോർഷൻ ആയാലും നമ്മുടെ രജിസ്റ്റർ എടുക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി ആയാലും അത് കഴിഞ്ഞില്ലേ. പിന്നെ മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ് ആയാലും അതേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനാണ് ജിഷ ടീച്ചറും പിന്നെ ഞാനും ആണെന്ന് തോന്നുന്നു മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് എന്തായാലും പാർട്ട് 3 എന്ന് പറയുന്നത് ഒരുപാടുണ്ടല്ലോ അല്ലെ, കുറെ പോർഷൻസ് ഉണ്ടല്ലോ. കുറെ പോർഷൻ പല രീതിയിൽ അത് നമ്മള് എന്താ പറയാ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല രീതിയിൽ നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. ഒത്തിരി ഇമ്പോർട്ടന്റ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനാണിത്. അപ്പൊ നമ്മൾ ഈ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ പോലെ തന്നെ മെന്റൽ ഹെൽത്ത് നമ്മളിപ്പോ ഈ ചാപ്റ്ററിലേക്ക് വരട്ടെ. ആള് ജോയിൻ ചെയ്യുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോട്ടെ. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോ നമുക്ക്
എന്തുണ്ടെങ്കിലും എത്ര ഹെൽത്തി ആണെങ്കിലും നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യില്ല. അല്ലെങ്കിൽ എന്താ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഓക്കെ ആണോ എന്ന് നമ്മൾ പറയാനായിട്ട് പറ്റില്ല. നമ്മൾ മെന്റലി എപ്പോഴും ഓക്കെ ആവാനായിട്ട് ശ്രദ്ധിക്കണം. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പരിഹരിച്ചിട്ട് വേണം നമ്മൾ പിറ്റേ ദിവസത്തേക്ക് പോകാനായിട്ട്. എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ. ഇപ്പൊ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, പക്ഷെ അത് നമ്മുടെ മനസ്സിൽ കടന്നു കഴിഞ്ഞാൽ എനിക്ക് വിഷമമാവും. ഞാനപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് സോൾവ് ചെയ്തിട്ട് ഓൺ ആവാനാണ് ശ്രമിക്കാറ്. കാരണം എനിക്ക് മൈൻഡ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനോ അതിൽ ഭയങ്കര ഒരു ബേർഡൻ പോലെ തോന്നും. മൈൻഡ് അപ്പൊ ഓക്കെ ആയിരിക്കില്ല, നമുക്ക് മനസ്സിന് വിഷമം തോന്നും. അപ്പൊ നിങ്ങളും അതേപോലെ തന്നെ ട്രൈ ചെയ്യാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അന്ന് തന്നെ സോൾവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേയിലേക്ക് മൂവ് ആവാം. പിന്നെ ഉണ്ടാവും, ജീവിതമല്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം ഫിനാൻഷ്യലി ആവട്ടെ, നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. സോ അത് നമ്മൾ ഫേസ് ചെയ്യാം, ജസ്റ്റ് ഫേസ് ചെയ്യാം, ദെൻ മൂവ് ഓൺ ചെയ്യാം. അവിടെ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്യാം. അവിടെ നിന്നുകൊണ്ട് നമ്മൾ അത് അങ്ങനെയാണല്ലോ, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അറിഞ്ഞൂടല്ലോ എന്ന് പറയുന്നത് നല്ലത്. മൂവ് ഓൺ ആവാം. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിനി എന്ത് ചെയ്താൽ അത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരാം. സോ മെന്റൽ ഹെൽത്ത് ഓക്കെ. അധികം വന്നു കേട്ടോ. റേഞ്ച് പോയായിരുന്നു ഇടയ്ക്ക്. ഓക്കെ. ആനിവേഴ്സറിയുടെ അവിടെ വരെ പറഞ്ഞു നിർത്തിയത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ ഡേ പ്രോഗ്രാം ആയിരുന്നു അപ്പൊ ആ സമയത്ത്. അപ്പൊ ഞാന് അവരെ ഇപ്പൊ ആനുവൽ ഡേയുടെ അന്നാണെങ്കിലും ടീച്ചേഴ്സിനെ അസിസ്റ്റ് ചെയ്തു. അപ്പൊ അവര് ടീച്ചർമാർക്ക് കുട്ടികൾക്ക് കുഞ്ഞു മക്കളൊക്കെ ആകുമ്പോൾ അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നേരത്തും മേക്കപ്പ് ഇടാൻ നേരത്തും അങ്ങനെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ആ ടൈമിൽ പോയതുകൊണ്ട് ടീച്ചിങ് മാത്രമല്ല അവരുടെ ഓരോ പ്രോഗ്രാമിൽ ഇൻവോൾവ് ചെയ്ത്. അതുപോലെ 10th സോഷ്യൽ വന്നപ്പോൾ അവർ മക്കളെല്ലാവരും വന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഇപ്പോൾ ട്രെയിൻ ചെയ്യാലോ എന്ന് കരുതിയൊന്നും അവരങ്ങനെയൊന്നും ചെയ്തില്ല. ടീച്ചർ വന്നിട്ടോ എന്നും പറഞ്ഞ് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പൊ അതിന് പോയി, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അവരൊക്കെ ആണെങ്കിലും നല്ല അതുപോലെ എല്ലാ ടീച്ചേഴ്സും ആണെങ്കിലും ട്രെയിനി എന്നുള്ള ഒരു രീതിയിലല്ല നമ്മളെ കാണുന്നത്, അവരുടെ ഉള്ള ഒരു കൊളീഗ്സ് എന്നുള്ള രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. മക്കളൊക്കെ ആണെങ്കിലും വരാൻ നേരത്ത് കുറേ കാർഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടും പറഞ്ഞു, മിസ് പോകണ്ട, മിസ് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വഴക്ക് പറയില്ലേ നിങ്ങളെ, അങ്ങനെയൊക്കെ ചോദിച്ചു. ഇല്ല മിസ് പാവ, മിസ് ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകും, ഗ്രൗണ്ടിൽ കൊണ്ടുപോകും, ഇന്റർവെൽ ടൈമിൽ പഠിപ്പിക്കും നന്നായിട്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല ഒരു ഇതായിരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും വരാൻ നേരത്ത് പറഞ്ഞു, നന്നായിട്ടായിട്ടോ ക്ലാസ് എടുത്തത്, ക്ലാസ് ഒക്കെ ആണെങ്കിലും ഡിസിപ്ലിൻ ആയിരുന്നു, മക്കളൊക്കെ നന്നായിട്ട് നല്ല ഫീഡ്ബാക്ക് മറ്റു ടീച്ചേഴ്സും പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ കേട്ടപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോഴേ ഒരു വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ആ ടൈമില്. പിന്നെ 1 മാസം ഞാൻ ചെയ്തോളൂ, അപ്പൊ കുറച്ചും കൂടി ചെയ്യായിരുന്നു എന്നുള്ളൊരു ഇത് വന്നു. പക്ഷെ എനിക്കിപ്പോ ക്ലാസ്സും ഓൺ ഗോയിങ് ആയതുകൊണ്ട് എനിക്ക് രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ 1 മാസം എടുത്തത്. റേഞ്ചിന്റെ പ്രശ്നം വീണ്ടും നല്ലൊരു ഓക്കെ. എടാ ഇനിയിപ്പോ പാർട്ട് 3 കംപ്ലീറ്റ് ആയിട്ട് ട്രെയിനിങ്ങിന് പോയാൽ മതി ദീപ. പോവാണെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ കുറച്ചും കൂടി മെറ്റീരിയൽസ് ഒക്കെ ആവും. നിങ്ങളിപ്പോ ഫ്രെയിമുകൾ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടില്ലേ? അപ്പൊ മെറ്റീരിയൽസ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ക്ലാസ്സിൽ കൊണ്ടുപോകാനും അവിടെ കൊണ്ടുപോയി കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ കുറച്ചും കൂടി നല്ലതായിരിക്കും. സോ പാർട്ട് 3 കഴിഞ്ഞിട്ട് പോവാം. ട്രെയിനിങ് പാർട്ട് 3 കൂടുതൽ നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറയല, മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കാൻ പറയുന്നതാണോ, സെക്ഷൻ ആണോ? അല്ലല്ലേ? പാർട്ട് 3 എന്ന് പറയുമ്പോൾ മോണ്ടിസോറിയാ ഫുള്ള്. മോണ്ടിസോറി കൺസെപ്റ്റ്. ഇപ്പൊ ഇത് ജനറൽ ടോപ്പിക്കാണ്. ഞാൻ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജനറലാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് വ്യത്യാസമുള്ളത് ഈ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ബാക്കി എല്ലാം ജനറൽ ടോപ്പിക് അല്ലേ. പിന്നെ ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റും ജനറൽ ടോപ്പിക്കാണ്. സൈക്കോളജി കുറച്ച് വ്യത്യാസമുണ്ട്. അതിൽ സൈക്കോളജി മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. അതേപോലെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ മെന്റൽ ഹെൽത്ത്, മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ട് വരുന്നത് മെന്റൽ ഹെൽത്തും സൈക്കോളജിയാണ്, എഡ്യൂക്കേഷൻ സൈക്കോളജി. ദെൻ നമ്മൾ ആ മോണ്ടിസോറി തേർഡ് പാർട്ടിലേക്ക് വരുമ്പോൾ മോണ്ടിസോറിയിലേക്ക് ഇറങ്ങി ചെല്ലാണ്. നിങ്ങൾ ആ ഒരു റേഞ്ചിലേക്ക് എത്താണ്. വെച്ചാല് ഫുൾ മോണ്ടിസോറി ആയിരിക്കും അവിടെ. എന്താണ് മോണ്ടിസോറി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. ടീച്ചർ എത്രാമത്തെ ചാപ്റ്റർ ആയിപ്പോ, എത്രാമത്തെ യൂണിറ്റ് എടുക്കുന്നത്?
3 അല്ലേ? ജിഷമിസ് ആണോ? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ്. യൂണിറ്റ് 3. ആ അത് വലിയൊരു ചാപ്റ്റർ അല്ലേ? ഫിനിഷ് ആയിട്ടില്ല. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, ദെൻ സെൽഫ് കൺസ്ട്രക്ഷൻ. അത് കഴിഞ്ഞിട്ട് 7th ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് വളരെ ഇമ്പോർട്ടന്റും ഭയങ്കരമായിട്ട് നമ്മളത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ള നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ, സൊസൈറ്റി ഓഫ് കോഹീഷൻ മൂവ്മെന്റ്സ്, എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് 7th ആണ്. നല്ല രീതിയിൽ നല്ല കൂടുതൽ എടുത്ത പോർഷൻ കവർ ചെയ്യാനും കുറച്ച് ടഫാണ്. നല്ല കൂടുതലായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ഓക്കെ, എനിക്കറിയാവുന്ന മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ചാപ്റ്ററുകളിൽ പറഞ്ഞു വന്നപ്പോൾ പല സ്ഥലത്തായിട്ട് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നീഡ്സിനെ കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? ആർക്കും അഭിപ്രായമൊന്നുമില്ല. അല്ല, അസുഖങ്ങളൊന്നും. ശിനി പറഞ്ഞോളൂ. പറഞ്ഞോ. നല്ല ഉറക്കം ഉണ്ടെങ്കിൽ അതല്ലേ നല്ല ഉറക്കോ? അസുഖങ്ങളൊന്നും ഇല്ലാതെ സമാധാനം ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ഉറങ്ങാൻ പറ്റുള്ളൂ. നല്ല ബോഡിക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ, നല്ല അസുഖങ്ങളൊന്നും ഇല്ലാതെ, ഇൽനെസ് ഒന്നും ഇല്ലാതെ ആരോഗ്യപരമായ ശരീരം ഉണ്ടെങ്കിൽ നല്ലൊരു മനസ്സും ഉണ്ടാവും എന്ന് പറയുന്നത്. എക്സസൈസും കാര്യങ്ങളും പിന്നെ നല്ല വൃത്തിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ മെന്റലി ഹെൽത്തി ആയിരിക്കാൻ പറ്റുമല്ലോ. ഹെൽത്തി ഫുഡും ഹെൽത്തി എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ വേറെ ഒന്നുമില്ല മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറയാനായിട്ട് അല്ലേ? മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെ വേറെ സ്ട്രെസ്സുകളോ വേറെ എന്താ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെ എപ്പോഴും സ്വസ്ഥമായി മനസ്സിരിക്കുന്ന ഒരു കണ്ടീഷനുള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് നല്ല ഒരു മെന്റൽ ഹെൽത്ത് ആണെന്ന് നമുക്ക് പറയാം. കാരണം നമ്മൾ അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇരുന്നാൽ മാത്രം പോരാ, നമുക്ക് വേറെ വിഷമങ്ങളോ ഒരുപാട് സങ്കടങ്ങളോ അങ്ങനെയൊന്നും ഇല്ലെങ്കിലാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷകരമായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്കൊരു ഗുഡ് മെന്റൽ ഹെൽത്ത് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. മനസ്സിന്റെ സന്തോഷമാണ് മെന്റൽ ഹെൽത്തിന് ഏറ്റവും. ഏകദേശം കറക്റ്റ് ആയിരുന്നു. മനസ്സിന്റെ ആരോഗ്യം അല്ലെ? മെന്റൽ എന്ന് പറയുമ്പോൾ തന്നെ മെന്റൽ എന്നുള്ള മീനിങ് അറിയാമോ? മൈൻഡ് എന്നർത്ഥം. മൈൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരാളുടെ ലൈഫില്, അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടറിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് മൈൻഡ് എന്ന് പറയുന്നത്. ശരിയാണ്, എന്തിനെ നേരിടാനുള്ള ധൈര്യം നമ്മുടെ മൈൻഡ് ഓക്കെ ആയിരിക്കും. നമുക്ക് നല്ലൊരു എന്താ പറയാ, നമുക്കൊരു സപ്പോർട്ട് വേണം. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു സപ്പോർട്ട് നമുക്ക് തരാനായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഉണ്ടാവും. നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് നമ്മുടെ പുറകിൽ ഉണ്ടെങ്കിൽ നമ്മളത് വളരെ എന്താ പറയാ, നമ്മൾ ഭയങ്കരമായിട്ട് അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും നമുക്കത്. അപ്പൊ നമ്മൾ എന്ത് കാര്യത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി മതി നമ്മുടെ ലൈഫിൽ. നമ്മൾ മെന്റലി ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ നമുക്ക് ഇൽനെസ് വരാറുണ്ട്, മെന്റൽ ഇൽനെസ് വരാറുണ്ട്. അത് മാനസിക രോഗമൊന്നല്ല കേട്ടാ. മെന്റൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിന് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺലി വന്നിട്ടുണ്ടാവും. എനിക്കും വന്നിട്ടുണ്ട് ഇതേപോലത്തെ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത്. എന്താ പറയാ, എനിക്ക് ഡിപ്രഷൻ അല്ല പറയാ, ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത്, സെക്കൻഡ് ഡെലിവറിയുടെ കഴിഞ്ഞ സമയത്ത് എനിക്കൊരു അധികം ഗ്യാപ്പില്ല, മക്കൾ തമ്മിൽ ഏജിന് അധികം ഗ്യാപ്പില്ല. മൂത്താള് 2 വയസ്സുള്ളപ്പോഴാണ് ഇളയാള് ജനിക്കുന്നത്. അപ്പൊ നമുക്ക് ഊഹിക്കാലോ, രണ്ടുപേരും തമ്മിൽ അധികം ഗ്യാപ്പില്ല. സോ എനിക്കിപ്പം മൂത്ത കുട്ടീനെ എടുക്കണം, അവളെ കളിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇളയാള് ചെറിയ കുട്ടിയാണല്ലോ, അവനെ നോക്കണം. അപ്പൊ എനിക്ക് 2 പേരുടെയും ഇടയിൽ ഞാൻ ഭയങ്കര സ്ട്രഗിൾ ആകുന്നുണ്ട്. ഭയങ്കര സ്ട്രഗിൾ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രഗിൾ ആണ്. കാരണം എനിക്ക് 2 പേരെയും ഇഷ്ടമാണ്, 2 പേരെയും എടുക്കണം. പക്ഷെ ഒരു ദിവസം എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. കാരണം എനിക്ക് ഒട്ടും പറ്റുന്നില്ല. മൂത്താള് ഭയങ്കര വാശി പിടിച്ച് കരയാണ്, നിർത്താണ്ട് കരയണു. ഇളയാളാണെങ്കിൽ വിശന്നിട്ടാണോ എന്താന്ന് അറിഞ്ഞൂടെ ഭയങ്കരമായിട്ട് കരച്ചിൽ. 2 പേരും കൂടി കരച്ചില്, ഭയങ്കര പ്രശ്നങ്ങള്.
അപ്പൊ എന്റെ മൈൻഡ് എന്റെ കയ്യിൽ നിന്ന് പോകും. ചില സിറ്റുവേഷൻ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും. എന്റെ കയ്യിൽ നിന്ന് പോയി, എന്റെ കയ്യിൽ നിന്ന് പോയി. അന്നത്തെ ഒരു ദിവസം എന്റെ കയ്യിൽ നിന്ന് ഫുള്ളായിട്ട് പോയി. എനിക്ക് സങ്കടം മൊത്തം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് ഒരു ഇതില്ല, വീട്ടില് കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഹസ്ബൻഡ് ആരും ഉണ്ടായിരുന്നില്ല, അമ്മ ഉണ്ടായിരുന്നില്ല, ആകെ ഞാനും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഹസ്ബൻഡിന്റെ അമ്മയുടെ റിലേറ്റീവ്സ് കുറച്ച് പേര് മരിച്ചു. എന്നുവെച്ചാല് അമ്മയുടെ ആങ്ങളെയും ഭാര്യയും മോനും ആത്മഹത്യ ചെയ്തു. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അമ്മയൊക്കെ അവിടെയാണ്. ടീച്ചർ, എന്റെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. ടീച്ചർ പറയുന്നത് ഒന്നും ക്ലിയർ ആവുന്നില്ല. എല്ലാവർക്കും ഉണ്ടാ പ്രശ്നം? ഇല്ല, എനിക്ക് കേൾക്കുന്നുണ്ട്. അപ്പൊ നെറ്റ്വർക്കിന്റെ എന്ത് ഇഷ്യൂ ആണ് മോനെ? ഒന്ന് റേഞ്ച് ഉള്ളിടത്തേക്ക് മാറിക്കാം. അപ്പൊ ഭയങ്കരമായിട്ട് വീട്ടിൽ ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആരുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 57 ദിവസമുള്ള ഒരു കുട്ടി, 2 വയസ്സുള്ള കുട്ടിനെ തനിച്ച് ഞാൻ വീട്ടില്. അപ്പൊ ആരുമില്ല, സപ്പോർട്ടിന് ആരുമില്ല. എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഞാൻ എന്റെ വീടിന്റെ എന്റെ സ്വന്തം വീടും കുറച്ചടുത്താണ്, എന്നുവെച്ചാൽ ഒരു 3 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ്. ഞാൻ വിളിച്ചിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് കരയാ ചെയ്തത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു. പെട്ടെന്ന് കയ്യിൽ പോയി ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോയി. ഒട്ടും എന്നെ പിടിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഇത്രയും മെന്റലി അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയുന്ന കുട്ടികളോട് വഴക്ക് പറയരുത് എന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഞാനും ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ആയിരിക്കും ചിലപ്പോ കേട്ടോ. നമുക്കറിയാം ആ ഒരു ടൈമിൽ ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കും നമുക്ക്. എന്നാലും ഞാൻ ഓക്കെ അല്ല. കാരണം ആ സമയത്ത് നമുക്ക്, നിങ്ങൾ പറഞ്ഞില്ലേ, സ്ലീപ്പ് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം. ഉറക്കില്ല. കുഞ്ഞു കുട്ടികൾ ജനിച്ച ഉടനെ നമുക്ക് എന്താണ് അത് നമുക്ക് എന്താ പറയാ, ഫുൾ അൺകോൺഷ്യസ് ആയിട്ട് നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം. ഒരു അനക്കം കേട്ടാൽ പോലും നമ്മൾ എഴുന്നേക്കും. അപ്പൊ ആ സമയത്ത് ഉറക്കം ശരിയല്ല. പിന്നെന്താണ്, ആരും സപ്പോർട്ടിനില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. വീട്ടില് അച്ഛനും ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡ് അനിയനും മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഒരുപാട് വർക്ക് വരുന്നുണ്ട്. സാധാരണ അമ്മ ഉണ്ടാവുമ്പോ അമ്മ ചെയ്തിരുന്ന ജോലികളും കൂടി എനിക്ക് വന്നു. ഭയങ്കരമായിട്ട് നമ്മള് ടയേർഡ് ആവുന്നുണ്ട്. ഭയങ്കര ഓക്കെ അല്ലാത്ത പോലെ തോന്നി. സോ എനിക്ക് മനസ്സിലായി എന്താണ്, എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അത് ഓവർകം ചെയ്യാൻ കുറെ കാര്യങ്ങൾ നോക്കി. കാരണം ഞാൻ വേറെ കാര്യങ്ങളിൽ എൻഗേജ് ആവാൻ നോക്കി, മറ്റു കാര്യങ്ങളിലൊക്കെ എൻഗേജ് ആവാൻ നോക്കി. പിന്നെ 2 പേരെയും കുറച്ചു നാളത്തേക്ക് ഞാൻ മൂത്ത ആളെ എന്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടാ. മൂത്ത ആളെ കുറച്ചു നാളത്തേക്ക് ഞാൻ എന്റെ വീട്ടിൽ നിർത്തി. എന്നുവെച്ചാൽ ഫുൾ ടൈം അല്ല, പകൽ എന്റെ ഒപ്പം ഉണ്ടാവും, രാത്രി ഞാൻ ആളെ വിടും. അല്ലെങ്കിൽ രാത്രി എന്റെ ഒപ്പം ആണെങ്കിൽ പകൽ ആളെ വിടും. അവിടെ അമ്മയുണ്ട്, അമ്മയും അനിയത്തിയൊക്കെ ഉണ്ട്, അവര് നോക്കിക്കോളും. പക്ഷെ കാരണം എന്താ വെച്ചാൽ 2 പേരും കൂടി ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അതൊക്കെ ഓവർകം ചെയ്തു. ഇപ്പൊ 2 പേരും ഇപ്പോ അവർ 2 പേരും ഒരുമിച്ചാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടാ പോകുന്നത്. എനിക്ക് ഭയങ്കര ഹാപ്പി 2 പേരും ഒരുമിച്ച് നടന്നോക്കണം കാണുമ്പോ എന്ത് ഹാപ്പിയാണെന്ന് അറിയാമോ? കാരണം ഞാൻ അവരാ ഒരു എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ചിലപ്പോ എന്റെ മൈൻഡിന്റെ പ്രശ്നമായിരിക്കും. ഞാൻ ഇളയാള് വന്നപ്പോ ഇളയാളെ എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് മോള് വിചാരിക്കോ, അല്ലെങ്കിൽ മോളിന് വിഷമാവോ, അല്ലെങ്കിൽ അവള് എന്ത് വിചാരിക്കും എന്നുള്ള വിഷമായിരുന്നു എനിക്ക് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അവളുടെ കാര്യം ആലോചിച്ചിട്ട് ഒരുപാട് വിഷമിച്ചു. അവൾ എന്റെ അടുത്ത് അകന്ന് പോവുകയാണോ, മറ്റുള്ളവർ എന്റെ അടുത്ത് അവളെ അകറ്റാണോ, അങ്ങനെയൊക്കെ ചിന്തകളായിരുന്നു ആ സമയത്ത് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. അപ്പൊ മൂത്ത കുട്ടിയാണല്ലോ, പെൺകുട്ടിയും കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും ആദ്യമായിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ ഫസ്റ്റത്തെ കുട്ടി. അപ്പൊ എല്ലാവരും സ്നേഹം കാണിക്കുന്നു. അമ്മയുടെ അടുത്താണ് അവള് കിടക്കുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര വിഷമായിരുന്നു കേട്ടാ. പക്ഷെ അല്ല, അവള് ഇപ്പൊ ഞാൻ അവളെ കാണുമ്പോ അവള് പെർഫെക്റ്റ് ആണ്. കാരണം ഞാൻ അന്ന് അങ്ങനെ മാറ്റിയത് കൊണ്ട് അവൾ ഒരുപാട് കാര്യങ്ങൾ സ്വയം ലേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ അവളുടെ പ്രായത്തിലുള്ള കുട്ടികൾ ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് അവളുടെ സ്വന്തം കാര്യങ്ങളൊക്കെ അവള് ചെയ്യും. ഇപ്പൊ ഇപ്പൊ സാധാരണയായിട്ട് എന്ത് ചെയ്യണം, ബോഡി വാഷ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവള് തന്നെ സോപ്പൊക്കെ തേച്ചോളും. പിന്നെ പുറത്ത് മാത്രം നമ്മൾ ഇത്തിരി സോപ്പൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അതേപോലെ തന്നെ മിക്ക കാര്യങ്ങളും അവള് സ്വയമായിട്ടാണ് ചെയ്യുന്നത്. ഡ്രസ് ചെയ്യുന്നതായാലും ഷൂ ഇടുന്നതായാലും എവരിവൺ അവള് നോക്കും ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളത്. ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടില്, കർച്ചീഫ്, അതൊക്കെ അവള് കറക്റ്റ് ആയിട്ട് അവള് നോക്കുന്നുണ്ട്. എനിക്കറിയാം അവള് ചോദിക്കുകയാണെങ്കിൽ അവള് സപ്പോർട്ട് ചെയ്യാൻ ഞാനിവിടെ ഉണ്ട്. എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അവളതൊക്കെ എടുത്ത് സെറ്റ് ആക്കും. കാരണം ഒരു എന്താ പറയാ, നോർമൽ അല്ലെങ്കിൽ ഡീവിയേറ്റഡ് ചൈൽഡിൽ നിന്ന് നോർമൽ ചൈൽഡ് ആവും. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കൂട്ടോ. ഒരു ഡീവിയേറ്റഡ് ചൈൽഡിൽ നിന്ന് നോർമൽ ചൈൽഡ് ആകും. ഇപ്പൊ 4 വയസ്സുണ്ട് ആൾക്ക് കേട്ടാ.
4 വയസ്സുണ്ട് ആൾക്ക്. അപ്പൊ ആള് ആളുടേതായ കാര്യങ്ങൾ ഇപ്പൊ സാധാരണ ബാക്കിയുള്ള അമ്മമാരൊക്കെ കാണുമ്പോ പറയും വേദ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്, വേദ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യൂ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും അവള് ചെറുപ്പത്തിലെ അങ്ങനെയാണോ, ഒറ്റയ്ക്കാണോ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതെന്ന് പറയുമ്പോ അവർക്ക് അത്ഭുതമാണ്. കാരണം അവരുടെ അമ്മമാര് ചെയ്തു കൊടുത്താലേ ആ മക്കള് ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഈ ഭക്ഷണം വാരി കൊടുക്കുന്ന കാര്യമായാലും ഫുഡൊക്കെ കൊടുക്കാനൊക്കെ അവള് ഫുഡ് തനിയെ കഴിക്കും. അപ്പൊ ചിലപ്പോ ചെറുപ്പം മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ മാറ്റി നിർത്തിയ ആ സ്റ്റേജിൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടില്ല. പക്ഷെ ആള് ഇങ്ങനെ കുറച്ച് അവളുടേതായ കാര്യങ്ങളൊക്കെ അവൾ പഠിച്ചു വന്നപ്പോ ഞാൻ ഓക്കെ ഞാൻ ആളെ ഒരുപാട് എന്ത് ചെയ്തിട്ടില്ല, വഷളാക്കിയിട്ടില്ല എന്ന് മനസ്സിലായി. അതേപോലെ ഒരുപാട് വാശി അവള് പറഞ്ഞിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ, അധികം വാശിയൊന്നും പിടിക്കൂല. അതേപോലെ തന്നെ അവള് പിന്നെ കളിപ്പാട്ടങ്ങളൊന്നും ചോദിച്ച് വാശി പിടിക്കൂല കേട്ടാ, അതൊരു പണിയാണ്. കളിപ്പാട്ടം ചോദിച്ച് വാശി പിടിക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതി. പക്ഷെ അവർക്ക് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെയാണ് ഇഷ്ടം, മോണ്ടിസോറി മെറ്റീരിയൽസ്, അതേപോലെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അവള് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ നമ്മളുടെ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. ആൽഫബറ്റ്സ് ആവട്ടെ, അങ്ങനത്തെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ, അതായിരിക്കും അവൾ വാങ്ങിക്കാൻ ചോദിക്കുന്നത്. വേണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസ് ചോദിക്കുള്ളൂ. അവർക്ക് നമ്മളത് വാങ്ങിച്ചു കൊടുക്കാതെയും ഇരിക്കില്ല. കാരണം എന്താണ്, മറ്റു കുട്ടികൾ ഇപ്പൊ ബലൂണോ മറ്റു സാധനങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവള് പോയി പിടിക്കുന്നത് ഇതേപോലത്തെ അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് വേണമെന്ന് തോന്നുന്ന മെറ്റീരിയൽസ് ആയിരിക്കും അവള് ചോദിക്കാറ്. അപ്പൊ നമ്മള് ഓക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. സാധാരണ ചിലപ്പോ എനിക്ക് കിട്ടുന്ന പണിയാണ്, സാധാരണ കളിപ്പാട്ടത്തിന് ചിലപ്പോ ഒരു 50 രൂപ 100 രൂപ റേഞ്ച് ഉണ്ടാവുള്ളൂ. ഇവിടെ ചോദിക്കുന്ന മെറ്റീരിയൽ ചിലപ്പോൾ 300-350 രൂപ ഉണ്ടാവും. പക്ഷെ അത് അവള് യൂസ് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ അവൾക്ക് അത് കളിക്കുമ്പോ കുറച്ചും കൂടി ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ ജസ്റ്റ് ഞാൻ അത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ വലിയ വാശിയൊന്നും പിടിക്കുന്ന ആള് എല്ലാ കാര്യങ്ങളും സ്വയം തന്നെ ചെയ്യും. പിന്നെ മെന്റലി അപ്പൊ ഇതൊക്കെ കണ്ട് എനിക്കിപ്പോ മെന്റലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അന്ന് അത്രയും വിഷമിച്ചെങ്കിലും ഇപ്പൊ അവള് ഓക്കെ ആണ്, മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക്ക് മെന്റൽ ഹെൽത്ത് ആയിരുന്നു, പക്ഷെ അതിൽ നിന്ന് കുറച്ച് ഡിവിയേറ്റ് ചെയ്ത് പോയി, സോറി. അപ്പം നമ്മള് മെന്റൽ ഹെൽത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ആണ്. നമ്മുടെ ബോഡി ഓക്കെ ആണോ എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ മൈൻഡ് എങ്ങനെയായിരിക്കണം, ഓക്കെ ആയിരിക്കണം. എന്റെ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹാപ്പി ആയിരിക്കണം എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പോ മെന്റലി നമ്മൾ എങ്ങനെയായിരിക്കണം, നല്ല ഹാപ്പി മൈൻഡ് ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരോട് നമുക്ക് ആ പോസിറ്റീവ് എനർജി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്പ്രെഡ് അല്ലെങ്കിൽ പകർന്നു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ജസ്റ്റ് ഒരു സ്മൈല് മതി നമ്മളെ ഹാപ്പി ആക്കാനായിട്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ നമ്മള് മക്കളോട് പോയിട്ട് വേഗം എഴുന്നേക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നല്ല സമയം പോയി അങ്ങനെ പറയുന്നതിന് നല്ലതായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പുനരുദ്ധിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് സ്നേഹം കാണിച്ചിട്ട് മോളല്ലേടാ എഴുന്നേക്കടാ പോവണ്ടേടാ എന്നൊക്കെ പറഞ്ഞൊന്ന് സ്നേഹത്തോടൊന്ന് അവളുടെ ഡേ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അവള് നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും. പിന്നെ അവള് ആ പോസിറ്റീവ് എനർജി അവളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. സോ ഈ എനർജി ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം നമ്മുടെ കുട്ടികളുടെ ആയാലും നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ആയാലും ഒരു മെന്റലി നമ്മളെ ഹാപ്പി ആക്കാനായിട്ട് ശ്രമിക്കണം. സോ നമ്മൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരു കാര്യം, എല്ലാ പ്രാവശ്യവും വെനസ്ഡേ ആയിരുന്നല്ലോ എന്റെ ക്ലാസ് വന്നിരുന്നത് അല്ലേ? ഫ്രൈഡേയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫ്രൈഡേ ഉള്ള ക്ലാസ് വെനസ്ഡേ ടീച്ചർ വരില്ലേ? ഇംഗ്ലീഷ് ടീച്ചർ കേട്ടോ, അശ്വതി ടീച്ചർ. വെനസ്ഡേ ഇംഗ്ലീഷാ? അശ്വതി ടീച്ചർ ആയിരിക്കും. ഇല്ലാത്തത് എന്താണ്? ജിഷാമിസ് മോളുടെ കാണാൻ പോയിരിക്കുക. ആൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്, അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ട് പോയിരിക്കുന്നതാ, മോളുടെ അടുത്തേക്ക് പോയിരിക്കുന്നതാ. ഓക്കെ ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിനെ കുറിച്ച് ജിഷാമിസ് ചോദിക്കാൻ വിചാരിച്ചാണ്. ടീച്ചർക്ക് അറിയോ അതിനെ കുറിച്ച്? ഏതായിരുന്നു? സാറ് തന്ന അസൈൻമെന്റ് ആണോ? ജയദേവ് സാർ തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടന്റ് ക്രിയേറ്ററിനല്ലേ? അതെ അതെ. അതെന്താണ്, വീഡിയോസ് ആണോ ചെയ്യേണ്ടത് അതോ പേപ്പറിൽ എഴുതുകയാണോ?
മലയാളത്തിൽ ഞാൻ കൂടുതൽ കിട്ടുന്നുണ്ടോ? ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ആ ഓക്കെ ടീച്ചർ. ഓക്കെ മിസ്. എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്ന മെസ്സേജ് കുട്ടികൾക്ക് കണ്ടന്റ് ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് അവരുടെ ഒരു എന്തോ അങ്ങനെയാണ് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്മാർട്ട് സ്ക്രീനെ കുറിച്ച് തന്നെയാണോ എന്നാണ് ചോദിച്ചത്. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ സ്മാർട്ട് സ്ക്രീൻ വെച്ചോ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതൊരു ആക്ടിവിറ്റി രൂപത്തിലാണ്. നിങ്ങൾക്കൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ സ്മാർട്ട് സ്ക്രീൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തോ. അത് വീഡിയോ ആക്കി ചെയ്യണോ അല്ലെങ്കിൽ എഴുതി ഉണ്ടാക്കിയാൽ മതിയോ എന്നുള്ളത് എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ. വീഡിയോ ആക്കിയിട്ട് ചെയ്യണോ അല്ലെങ്കിൽ നമ്മള് ആഡിന്റെ സംഭവങ്ങൾ ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടത്? ഞാനത് ചോദിച്ചിട്ട് പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാനത് ചോദിച്ച് ഡീറ്റെയിൽസ് എടുത്തിട്ട് പറയാം കേട്ടോ. ഓക്കെ ഓക്കെ. ക്ലാരിഫിക്കേഷൻ ഞാനത് പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ആവുകയാണെങ്കിൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഞാനത് ചോദിച്ചിട്ട് പറയാം. മാം അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒന്ന് മെസ്സേജ് ഇടാൻ പറഞ്ഞാലും മതി. ഓക്കെ. ക്ലാരിഫിക്കേഷനെ കുറിച്ചിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ പറയാൻ പറയാം. സൈൻ ഔട്ട് ആരാ പറയുന്നത്? സൈൻ ഓഫ് ഞാൻ ഒരു പാട്ട് പാടാൻ വിചാരിച്ചു. ഓക്കെ. റൂഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ ഹബീബേ, റൂഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ ഹബീബേ, അടയും അന്നെന്റെ കൺകൾ തളരും എന്റെ കൈകൾ ഇടറും എന്റെ മൊഴികൾ തേൻമലരെ അരികിൽ അങ്ങൊന്ന് വന്നാൽ അലിവാൽ മൊഞ്ചു തന്നാൽ ആ ദിനമെന്നിൽ കൂട്ടാമോ യാ റസൂലേ യാ ഹബീബേ, റൂഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ ഹബീബേ, അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗന്ധം നിറച്ചിടുമോ, ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നുടെ കാതിൽ ചൊല്ലിടുമോ, അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ്, അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ്, റൂഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ ഹബീബേ, ഇരുളാർന്ന ഖബറിൽ ഞാനണയുമ്പോൾ തിരുവെട്ടം എന്നിൽ തന്നിടാമോ, ഇടുങ്ങും ഖബറിന്റെ ചൂടെ ഞാൻ ചേരുമ്പോൾ തിരുനോട്ടം എന്നിൽ തന്നിടാമോ, അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ്,
അല്ലാതാരാണ് എന്നിൽ തണലായാരാണ് റൂഹെന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തെന്നിലണയുന്ന നേരം മുത്തം തരാമോ ഹബീബേ. താങ്ക് യു. നല്ലതായിരുന്നു കേട്ടാടാ, നന്നായിട്ട് പ്രസന്റ് ചെയ്ത്, നല്ല കഴിവുള്ള കുട്ടിയല്ലേ. പിന്നെ അല്ല മരിക്കുന്ന സമയത്തേ നബീൻ അറിയോ ടീച്ചർക്ക്? മുഹമ്മദ് നബി. അപ്പൊ ആളുടെ ഒരു അനുസ്മരണമായിട്ട് നമ്മുടെ നബിദിനത്തിന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത സോങ് ആയിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് വെറുതെ ഒന്ന് പാടി നോക്കാൻ വിചാരിച്ചു. നല്ലായിരുന്നു കേട്ടോ. താങ്ക് യു ടീച്ചർ. താങ്ക് യു.